ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ 65 ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ സവാളയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അധികം മസാലകളൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണിത്. മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറച്ചും കൂടെ കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്കുള്ള അരി ഒന്ന് കുതിർത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഓരോരുത്തരും എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് കുതിർത്തി വെക്കേണ്ട സമയത്തിലും വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിൽ തന്നെയാണ് ഇനി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഇട്ട സവാള ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്കുള്ള മുന്തിരി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മുന്തിരി പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും, അത് കരിയാതെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ മുന്തിരിയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ പീസുകളായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അരിയും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടും കൂടെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് കാണിക്കുന്നത്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇനി റൈസിലേക്കുള്ളൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് 1/2 കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അധികം ആവണ്ട, അപ്പോൾ റൈസിൻ്റെ കളറ് മാറിപ്പോവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലപ്പൊടികളൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ ഇത് വഴറ്റിയെടുക്കുന്നില്ല. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലും നെയ്യും കൂടെ മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 3 ഏലക്കായ, 1/2 ടീസ്പൂൺ ഷാജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ സഹജീരകം എന്നും പറയാറുണ്ട്. ഒരു ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി, ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി ഒന്ന് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു 2 മിനിറ്റോളൊക്കെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാ അരിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് 4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 4-5 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ വെള്ളം പെട്ടെന്ന് തിളച്ച് വരും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അരി വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിനായിട്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാലിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തൈരിലും മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ആ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് ആ മസാലപ്പൊടികളിലൊക്കെ പച്ചമണം മാറി കിട്ടുള്ളൂ. മാത്രമല്ല റൈസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടിരിക്കും, അത് കുഴപ്പമില്ല. നമ്മളിതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാലകളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തിട്ടെടുക്കാം. സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന പോലെയല്ല ഇത് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ആ റൈസ് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. റൈസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ. ഇപ്പോൾ ഇതാ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ആ ചിക്കൻ്റെ സ്മെല്ലൊക്കെ ഇതിലേക്ക് പിടിക്കും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് പതുക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ സവാള ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം മസാലകളൊന്നും ഇഷ്ടമല്ല എന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.